നമസ്കാരം പ്രിയ കുട്ടികളെ, നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിൻ്റെ മാത്സ് 3ാമത്തെ ചാപ്റ്റർ വർഗ സമവാക്യങ്ങൾ സ്ക്വയർ ഐഡൻറ്റിറ്റീസ് അതിലെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 40-ലെ 3 സെറ്റ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ സ്ക്വയേഴ്സ് ബിലോ ഇൻ ഹെഡ്. 7 ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് നോക്കാം. ചുവടെയുള്ള വർഗ്ഗങ്ങൾ മനസ്സിൽ തന്നെ കണക്കാക്കുക. 7 ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത്. മനസ്സിൽ തന്നെ കണക്കാക്കുക എന്നാണെങ്കിലും നമുക്കതിൻ്റെ സ്റ്റെപ്പുകൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ ചെയ്തിട്ടുള്ളതാണ്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒരു സമവാക്യം ഉപയോഗിച്ചാണ് നമ്മളെന്നാ കണക്കുകൾ ചെയ്തത്. ആ സമവാക്യം ഏതാണെന്നൊന്ന് നമുക്ക് ഓർത്തെടുക്കാം. 2 സംഖ്യകളുടെ തുകയുടെ വർഗ്ഗം സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെയും അവയുടെ ഗുണനഫലത്തിൻ്റെ 2 മടങ്ങിൻ്റെയും തുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ 2 സംഖ്യകൾ ഏതാണെങ്കിലും അപ്പോൾ നമുക്ക് ചരം ഉപയോഗിക്കാം, വേരിയബിൾ ഉപയോഗിക്കാം. അപ്പോൾ സംഖ്യകൾ എക്സും വൈയും ആണെങ്കിൽ ഈ സംഖ്യകളുടെ തുകയുടെ വർഗ്ഗം, അപ്പോൾ സംഖ്യകളുടെ തുക എന്നുള്ളത് എക്സ് പ്ലസ് വൈ, അതിൻ്റെ വർഗ്ഗം എന്നുള്ളത്, അതിൻ്റെ സ്ക്വയർ എന്നുള്ളത് നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ആദ്യത്തെ സംഖ്യയുടെ വർഗ്ഗം, അതായത് ആദ്യത്തെ സംഖ്യ ഇവിടെ എക്സ് ആണ്, അതിൻ്റെ വർഗ്ഗം എന്നുള്ളത് എക്സ് സ്ക്വയർ പ്ലസ് ഇവയുടെ ഗുണനഫലത്തിൻ്റെ ഇരട്ടി. അപ്പോൾ എക്സും വൈയും തമ്മിൽ ഗുണിച്ചതിൻ്റെ ഇരട്ടി കാണാൻ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 2 × എക്സ് പ്ലസ് വൈ പ്ലസ് 2ാമത്തെ സംഖ്യയുടെ വർഗ്ഗം വൈ സ്ക്വയർ സമം എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഈ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും വേണമെങ്കിൽ നമുക്ക് അടുത്തടുത്ത് എഴുതാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy ഇങ്ങനെയും എഴുതാം. ഇപ്പോൾ സംഖ്യകൾ നമ്മൾ എക്സും വൈ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അവയുടെ തുകയുടെ വർഗ്ഗം എന്നുള്ളത് എക്സ് സ്ക്വയർ, അതായത് ആദ്യത്തെ സംഖ്യയുടെ വർഗ്ഗം പ്ലസ് 2xy ഇവയുടെ ഗുണനഫലത്തിൻ്റെ ഇരട്ടി പ്ലസ് വൈ സ്ക്വയർ 2ാമത്തെ സംഖ്യയുടെ വർഗ്ഗം. ഈ സംഖ്യകളുടെ വർഗ്ഗങ്ങൾ എന്നുള്ളത് നമ്മൾ ഒരുമിച്ച് എഴുതിയാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. ഇത് രണ്ടും സെയിം ആണ്. എക്സ് സ്ക്വയർ പ്ലസ് അതിൻ്റെ അടുത്ത് ഈ വൈ സ്ക്വയർ എഴുതിയെന്ന് മാത്രം. ഇതിലേതുപയോഗിച്ച് നമുക്ക് ഇത് ചെയ്യാം. ഇനി ഇതിലെ 1ാമത്തെ ചോദ്യം നോക്കാം. ഇതിലെ 1ാമത്തെ ചോദ്യം 15 സ്ക്വയർ. 15നെ നമ്മൾ 10 + 5 എന്ന് പിരിച്ചെഴുതി. ഇത് 1ാമത്തെ ചാപ്റ്ററിൽ ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ക്രിയ ചെയ്യാൻ എളുപ്പത്തിനാണ് അറ്റത്ത് 0 വരുന്ന സംഖ്യകളായി നമ്മൾ പിരിച്ചെഴുതുന്നത്. അപ്പോൾ 15നെ 10 + 5, അപ്പോൾ 15 സ്ക്വയർ എന്ന് പറയുമ്പോൾ 10 + 5 സ്ക്വയർ. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 10, വൈയുടെ സ്ഥാനത്ത് 5. അപ്പോൾ ഇതാണ് എക്സിൻ്റെ സ്ഥാനത്തുള്ളത്, ഇതാണ് വൈയുടെ സ്ഥാനത്തുള്ളത്. അപ്പോൾ 10 + 5 ഹോൾ സ്ക്വയർ എന്നുള്ളത് എക്സ് സ്ക്വയർ, അപ്പോൾ എക്സ് എന്നുള്ളത് 10 ആണ്, 10 സ്ക്വയർ പ്ലസ് 2 × x × y, 2 × x എന്നുള്ളത് 10 × y എന്നുള്ളത് 5 പ്ലസ് വൈ സ്ക്വയർ, y എന്നുള്ളത് 5 ആണ്, 5 സ്ക്വയർ സമം 10 സ്ക്വയർ എന്നുള്ളത് 10 × 10 പ്ലസ്, ഇനി ഇത് 3ഉം തമ്മിൽ ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 2 × 5 എന്നുള്ളത് 10, അപ്പോൾ 10 × ഈ ഒരു 10 പ്ലസ് 5 സ്ക്വയർ എന്നുള്ളത് 5 × 5 സമം 10 × 10 100 ആണ്, പ്ലസ് 10 × 10 100 പ്ലസ് 5 × 5 25 സമം 100 + 100 200 പ്ലസ് 25 225. ഇതിലെ 2ാമത്തെ ചോദ്യം 25 സ്ക്വയർ ആണ്. ഇതിനെ നമുക്കിതുപോലെ തന്നെ ചെയ്യാം. 20 + 5 ഹോൾ സ്ക്വയർ സമം എക്സിൻ്റെ സ്ഥാനത്ത് 20 ആണ്, വൈയുടെ സ്ഥാനത്ത് 5 ആണ്. എക്സ് സ്ക്വയർ എന്നുള്ളത് 20 സ്ക്വയർ പ്ലസ് 2 × x × y, 2 × 20 × y എന്നുള്ളത് 5 പ്ലസ് വൈ സ്ക്വയർ 5 സ്ക്വയർ സമം 20 സ്ക്വയർ 20 × 20 പ്ലസ് 2 × 5 10 × 20 പ്ലസ് 5 സ്ക്വയർ എന്നുള്ളത് 5 × 5 സമം 20 × 20 2ഉം കൂടെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 4, ഈ 2 0 കൂടി ചേർത്ത് എഴുതുക പ്ലസ് 10 × 20 2, ഈ 2 0 കൂടെ ചേർക്കുമ്പോൾ 200 പ്ലസ് 5 × 5 25. അപ്പോൾ 400ഉം 200ഉം 600 പ്ലസ് 25 625. 3ാമത്തെ ചോദ്യം 33 സ്ക്വയർ. ഇതിനെ പിരിച്ചെഴുതുമ്പോൾ 30 + 3 ഹോൾ സ്ക്വയർ. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 30 ആണ്, വൈയുടെ സ്ഥാനത്ത് 3. അപ്പോൾ സമം, അപ്പോൾ നമ്മുടെ സമവാക്യം ഇതാണ്. x + y ഹോൾ സ്ക്വയർ ഈക്വൽസ് x² + 2xy + y²
അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് ചെയ്താൽ മതി. എക്സ് സ്ക്വയർ 30 സ്ക്വയർ പ്ലസ് 2xy 2 ഇൻറ്റു 30 ഇൻറ്റു 3 പ്ലസ് വൈ സ്ക്വയർ, വൈയുടെ സ്ഥാനത്തൂടെ 3 ആണ്, 3 സ്ക്വയർ സമം 30 സ്ക്വയർ എന്നുള്ളത് 30 ഇൻറ്റു 30 പ്ലസ് 2 3 തമ്മിൽ ഗുണിക്കുമ്പോൾ 6, 6 ഇൻറ്റു 30 പ്ലസ് 3 സ്ക്വയർ എന്നുള്ളത് 3 ഇൻറ്റു 3 സമം ഈ 3 3 തമ്മിൽ ഗുണിക്കുമ്പോൾ 9, ഇതിൻ്റെ 2 പൂജ്യം കൂടി ചേർത്തെഴുതുക, പ്ലസ് 6 ഇൻറ്റു 3 18, ഈ ഒരു പൂജ്യം കൂടി ചേർത്തെഴുതുക, പ്ലസ് 3 ഇൻറ്റു 3 9. അപ്പോൾ 900 189 9 8 9 1 10 സമം 1089. അടുത്ത ചോദ്യം 5×1/2 ഹോൾ സ്ക്വയർ 5.5 ഹോൾ സ്ക്വയർ ആണ്. ഇതിനെ നമുക്ക് 5 പ്ലസ് അര എന്ന് പിരിച്ചെഴുതാം. ഹോൾ സ്ക്വയർ സമം ഇത് എക്സ് ഇത് വൈ. അപ്പോൾ എക്സ് സ്ക്വയർ എന്നുള്ളത് 5 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് എന്നുള്ളത് 5 ഇൻറ്റു വൈ എന്നുള്ളത് 1/2 പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത് 1/2 ഹോൾ സ്ക്വയർ സമം 5 സ്ക്വയർ 25 എന്ന് എഴുതാം നമുക്ക്. പ്ലസ് ഇനി ഇവിടെ അംശത്തിലും ഛേദത്തിലും ഒരു 2 ഉണ്ട്, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ ബാക്കി 5 ഇൻറ്റു 1 എന്നുള്ളത് 5 പ്ലസ് 1/2 ഹോൾ സ്ക്വയർ എന്നുള്ളത് 1/2 ഇൻറ്റു 1/2 സമം 25 5 30 പ്ലസ് അംശം ഛേദം തമ്മിൽ ഗുണിക്കുമ്പോൾ 1/4. 5 പ്ലസ് അരയാണ് 5.5. അതേപോലെ 30 പ്ലസ് 1/4 നമുക്ക് 30×1/4 എന്ന് എഴുതാം. അടുത്ത ചോദ്യം 10×1/2 ഹോൾ സ്ക്വയർ ആണ് 10.5 ഹോൾ സ്ക്വയർ. ഇതിനെ നമുക്ക് 10 പ്ലസ് 1/2 ഹോൾ സ്ക്വയർ സമം ഇത് എക്സ് ഇത് വൈ. ഇപ്പോൾ എക്സ് സ്ക്വയർ എന്നുള്ളത് 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് എന്നുള്ളത് 10 ഇൻറ്റു വൈ എന്നുള്ളത് 1/2 പ്ലസ് വൈ സ്ക്വയർ 1/2 ഹോൾ സ്ക്വയർ സമം 10 സ്ക്വയർ 10 ഇൻറ്റു 10 പ്ലസ് ഈ രണ്ടും ക്യാൻസൽ ചെയ്യാം. ഇത് അംശത്തിലും ഛേദത്തിലുമാണ്. അപ്പോൾ ഇവിടെ ബാക്കി 10 ഇൻറ്റു 1 10 പ്ലസ് 1/2 ഇൻറ്റു 1/2 സമം 10 ഇൻറ്റു 10 100 പ്ലസ് 10 പ്ലസ് അംശങ്ങൾ തമ്മിലും ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 1/4 സമം 100 പ്ലസ് 10 110 പ്ലസ് 1/4 സമം 110×1/4. ഇതിൽ അഞ്ചാമത്തെ ചോദ്യം 25.5 വർഗം സമം 25 പ്ലസ് 1/2 ഹോൾ സ്ക്വയർ സമം ഇതാണ് എക്സിൻ്റെ സ്ഥാനത്ത് ഇത് വൈയുടെ സ്ഥാനത്ത്. അപ്പോൾ എക്സ് സ്ക്വയർ എന്നുള്ളത് 25ൻ്റെ വർഗം പ്ലസ് 2 ഇൻറ്റു എക്സ് എന്നുള്ളത് 25 ഇൻറ്റു വൈ എന്നുള്ളത് 1/2 പ്ലസ് വൈയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/2 സ്ക്വയർ സമം 25 സ്ക്വയർ എന്നുള്ളത് 25 ഇൻറ്റു 25 പ്ലസ് ഈ രണ്ടും ക്യാൻസൽ ചെയ്യാം. ബാക്കി 25 പ്ലസ് 1/2 ഇൻറ്റു 1/2 1/4 സമം 25 ഇൻറ്റു 25 നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് കണ്ടിട്ടുണ്ട്. 625 പ്ലസ് 25 പ്ലസ് 1/4 625 25 650 പ്ലസ് 1/4 സമം 650×1/4. ഇതിൽ ഏഴാമത്തെ ചോദ്യം 5×1/5 ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മുടെ സമവാക്യം എല്ലാ ചോദ്യത്തിലും നമ്മൾ എഴുതേണ്ടതാണ്. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽസ് എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ, അല്ലെങ്കിൽ ഇത് രണ്ടും മടിപ്പിച്ച് എഴുതിയാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. ഇതിലേതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. 5×1/5 ഹോൾ സ്ക്വയർ നമുക്ക് പിരിച്ചെഴുതുമ്പോൾ 5 പ്ലസ് 1/5 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 5 ആണ്, വൈയുടെ സ്ഥാനത്ത് 1/5 സമം. അപ്പോൾ എക്സ് സ്ക്വയർ എന്നുള്ളത് 5 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ 2 ഇൻറ്റു എക്സ് എന്നുള്ളത് 5 ഇൻറ്റു വൈ എന്നുള്ളത് 1/5 പ്ലസ് വൈ സ്ക്വയർ വൈ എന്നുള്ളത് 1/5 ആണ്. അപ്പോൾ വൈ സ്ക്വയർ എന്നുള്ളത് 1/5 ഹോൾ സ്ക്വയർ സമം 5 സ്ക്വയർ എന്നുള്ളത് 5 ഇൻറ്റു 5
പ്ലസ് ഇവിടെ അംശത്തിലും ഛേദത്തിലും 5 ഉണ്ട്, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഈ ഒരു 5ഉം ഈ ഒരു 5ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ ബാക്കി 2 × 1 ആണുള്ളത്. 2 പ്ലസ് 1/5 ഹോൾ സ്ക്വയർ എന്നുള്ളത് 1/5 ഇൻറ്റു 1/5 സമം 5 × 5 എന്നുള്ളത് 25 പ്ലസ് 2 പ്ലസ് അംശങ്ങളും ഛേദങ്ങളും പരസ്പരം ഗുണിച്ചാൽ 1/5 × 5 25 സമം 25 പ്ലസ് 2 27 പ്ലസ് 1/25 സമം 27 ആൻഡ് 1/25. Second question. In the general identity on the square of a sum of two numbers, what special case do we get by taking one of the numbers as 2? Do the calculation below in head using this. ഇതിൽ 3 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. തുകയുടെ വർഗത്തെക്കുറിച്ചുള്ള പൊതു തത്വത്തിൽ ഒരു സംഖ്യ 2 എന്നെടുത്താൽ കിട്ടുന്ന ഉപതത്വം എന്താണ്? ഇതുപയോഗിച്ച് ചുവടെ പറയുന്നവ മനക്കണക്കായി ചെയ്യുക. 3 ചോദ്യങ്ങളാണ് തന്നിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 2 സംഖ്യകളുടെ തുകയുടെ വർഗം കാണുന്നതിന് നമ്മളിപ്പോൾ ഒരു തത്വം ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്, ഈ ഒരു സമവാക്യം ഉപയോഗിച്ചിട്ട്. ഇനിയിപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആ 2 സംഖ്യകളിൽ ഏതെങ്കിലും ഒരു സംഖ്യ 2 ആയിട്ട് എടുത്താൽ ഈ സമവാക്യത്തിൽ നിന്ന് നമുക്ക് രൂപീകരിക്കാൻ പറ്റുന്ന മറ്റൊരു സമവാക്യം എന്ത്, അല്ലെങ്കിൽ ഈ തത്വത്തിൻ്റെ ഒരു ഉപതത്വം എന്ത്, അതുപയോഗിച്ച് നമുക്ക് തന്നിട്ടുള്ള കണക്കുകളും കൂടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 2 സംഖ്യകളുടെ തുകയുടെ വർഗം കാണുന്നതിനുള്ള തത്വം എന്നുള്ളത് x + y ഹോൾ സ്ക്വയർ സമം x² പ്ലസ് 2xy പ്ലസ് y². 2 സംഖ്യകളുടെ തുകയുടെ വർഗം കാണുന്നതിനുള്ള തത്വം ഇതാണ്. ഇതിൽ നമുക്ക് y 2 ആയിട്ട് എടുക്കാം. അപ്പോൾ y 2 ആണെങ്കിൽ എക്സിന് മാറ്റില്ല, എക്സ് അങ്ങനെ തന്നെ, പ്ലസ് y ആണ് നമ്മൾ 2 ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ വൈയുടെ സ്ഥാനത്ത് നമുക്ക് 2 കൊടുക്കാം. അപ്പോൾ x + y ഹോൾ സ്ക്വയർ എന്നുള്ളത് x + 2 ഹോൾ സ്ക്വയർ സമം x². അപ്പോൾ x² എന്നുള്ളത് ഈ ആദ്യത്തെ സംഖ്യയുടെ വർഗ്ഗമാണ്. ഇവിടെ ആദ്യത്തെ സംഖ്യ നമ്മുടെ x ആണ്. അപ്പോൾ അതിൻ്റെ വർഗ്ഗം എന്നുള്ളത് x² പ്ലസ് 2 ഇൻറ്റു എക്സ് എന്നുള്ളത് എക്സ് ഇൻറ്റു y എന്നുള്ളതാണ് നമ്മൾ 2 ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ വൈയുടെ സ്ഥാനത്ത് 2 പ്ലസ് y² y എന്നുള്ളത് നമ്മുടെ 2 ആണ്. അപ്പോൾ y² എന്നുള്ളത് 2a² സമം x² പ്ലസ് ഇവിടെ ഈ രണ്ടും കൂടെ മൾട്ടിപ്പിൾ ചെയ്താൽ ഗുണിച്ചാൽ 4 × x 4x പ്ലസ് 2a² എന്നുള്ളത് 4. ഈ 2 സംഖ്യകളിൽ y എന്ന ചരത്തിൻ്റെ സ്ഥാനത്താണ് നമ്മൾ 2 എടുത്തത്. അതുകൊണ്ട് ഈ സമവാക്യത്തിൽ y എന്ന ചരമില്ല. ഇതിന് പകരം എക്സിൻ്റെ സ്ഥാനത്താണ് നമ്മൾ 2 കൊടുക്കുന്നതെങ്കിൽ ഈ സമവാക്യത്തിൽ x എന്ന ചരം ഉണ്ടാവില്ല, പകരം y എന്ന ചരമായിരിക്കും. ഇതിലേതെങ്കിലും ഒരു സംഖ്യ 2 ആയിട്ട് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ y എന്ന ചരമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ സമവാക്യം ഉപയോഗിച്ച് നമുക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ള മറ്റു കണക്കുകൾ നോക്കാം. ഇതിൽ ഒന്നാമത്തെ ചോദ്യം 22². ഇതിനെ നമുക്ക് 20 പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം സമം ഇവിടെ വൈയുടെ സ്ഥാനത്ത് 2 ആണ്. അപ്പോൾ വൈയുടെ സ്ഥാനത്ത് 2 വരുമ്പോൾ ഉണ്ടാവുന്ന സമവാക്യം നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യാൻ നമുക്ക് x + y ഹോൾ സ്ക്വയർ സമം x² പ്ലസ് 2xy പ്ലസ് y². ഈ സമവാക്യം എടുക്കണമെന്നില്ല. ഇതുപയോഗിച്ച് ചെയ്യുന്നത് തെറ്റല്ല, പക്ഷേ വൈയുടെ സ്ഥാനത്ത് 2 വരുമ്പോഴുള്ള ഒരു സമവാക്യമാണ് നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത്. ഇതുപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ടാകും. അപ്പോൾ ഇതുപയോഗിച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ x എന്ന ചരം മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 20 ആണ്. അപ്പോൾ x² എന്നുള്ളത് 20² പ്ലസ് 4x 4 ഇൻറ്റു 20 പ്ലസ് 4. അപ്പോൾ വൈയുടെ സ്ഥാനത്ത് നമ്മൾ 2 കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ y² അതായത് 2a² എന്നിട്ടാണ് നമുക്ക് 4 കിട്ടുക. ഇവിടെ നമ്മൾ മുമ്പേ ചെയ്ത് വെച്ചത് കൊണ്ട് നമുക്ക് 4 നേരിട്ട് എഴുതാം സമം 20a² എന്നുള്ളത് 20 ഇൻറ്റു 20 പ്ലസ് 4 ഇൻറ്റു 20 4ഉം 2ഉം കൂടെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 8, ഈ ഒരു 0 കൂടി ചേർക്കുക പ്ലസ് 4 20 ഇൻറ്റു 20 2ഉം 2ഉം കൂടെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഗുണിക്കുമ്പോൾ 4, ഈ 2 0 ചേർക്കുക പ്ലസ് 80 പ്ലസ് 4. അപ്പോൾ 400 പ്ലസ് 80 480 പ്ലസ് 4, അപ്പോൾ 484. ഇനി 52² സമം ഇതിനെ 50 പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്നെഴുതാം. ഇവിടെ വൈയുടെ സ്ഥാനത്ത് 2 ആണ്. അതുകൊണ്ട് ഈ ഒരു സമവാക്യം ഉപയോഗിച്ചാൽ മതി. ഇതാണ് എക്സ്. അപ്പോൾ x² എന്നുള്ളത് 50a² പ്ലസ് 4x എന്നാണ്. അപ്പോൾ 4 ഇൻറ്റു 50 പ്ലസ് അടുത്തത് 4 സമം 50a². 50 ഇൻറ്റു 50 പ്ലസ് 4 ഇൻറ്റു 5 20, ഈ ഒരു 0 കൂടി ചേർക്കുക പ്ലസ് 4. 50 ഇൻറ്റു 50 5 5 മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 25, ഈ 2 0 കൂടി ചേർക്കുക പ്ലസ് 200
പ്ലസ് 4. അപ്പോൾ 2500 പ്ലസ് 200 4 4 0 5 2 7 2 2704. ഇനി ഇതിൽ മൂന്നാമത്തെ ചോദ്യം 25 സ്ക്വയർ സമം 625 എന്ന് തന്നിട്ടുണ്ട് എങ്കിൽ 27 സ്ക്വയർ എത്രയാണ്? സാധാരണ 27 സ്ക്വയർ എന്ന് നമുക്ക് തരുമ്പോൾ 20 + 7 എന്ന് ചെയ്യാനാണ് നമുക്ക് എളുപ്പം. കാരണം മറ്റത്ത് 0 വരുന്ന സംഖ്യകളാണെങ്കിൽ ക്രിയ ചെയ്യാൻ എളുപ്പമാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇവിടെ നമുക്ക് 25 സ്ക്വയർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് 27നെ 25 വരുന്ന വിധത്തിൽ നമുക്ക് പിരിച്ചെഴുതാം. അപ്പോൾ 27 സ്ക്വയറിനെ നമുക്ക് 25 + 2 എന്നെഴുതാം. അപ്പോൾ 27 സ്ക്വയർ എന്നുള്ളത് 25 + 2 ഹോൾ സ്ക്വയർ. ഇനി വൈയുടെ സ്ഥാനത്ത് 2 വരുമ്പോഴുള്ള സമവാക്യം നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിതാണ് x + 2 ഹോൾ സ്ക്വയർ സമം x² + 4x + 4. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാം. സമം ഇവിടെ x എന്നുള്ളത് 25 ആണ്. അപ്പോൾ x² എന്നുള്ളത് 25 സ്ക്വയർ പ്ലസ് 4x 4 × 25 പ്ലസ് 4 സമം 25 സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട് 625. അപ്പം പ്ലസ് 4 × 25. അപ്പം 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഇരട്ടിയുടെ ഇരട്ടിയാണ്. 25ൻ്റെ ഇരട്ടി 50, അതിൻ്റെ ഇരട്ടി 100 പ്ലസ് 4. അപ്പം 625 പ്ലസ് 100 പ്ലസ് 4 5 4 9 2 6 1 7 സമം 729. Third question, 43 square equals 1849. Then what is 44 square? What is 46 square? 43 സ്ക്വയർ ഈക്വൽസ് 1849 ആണ്. എങ്കിൽ 44 സ്ക്വയർ എത്രയാണ്? 46 സ്ക്വയർ എത്രയാണ്? മൂന്നാമത്തെ ചോദ്യം, 43 സ്ക്വയർ സമം 1849 എങ്കിൽ 44 സ്ക്വയർ എത്രയാണ്? അപ്പോൾ സാധാരണ രീതിയിൽ 44 സ്ക്വയർ ആണെങ്കിൽ നമ്മൾ 40 + 4 എന്നാണ് പിരിച്ചെഴുതുക. പക്ഷെ ഇവിടെ 43 സ്ക്വയർ തന്നിട്ടുള്ളത് കൊണ്ട് 44നെ 43 വരുന്ന വിധത്തിൽ നമുക്ക് പിരിച്ചെഴുതാം. അപ്പോൾ 44 സ്ക്വയർ സമം 44നെ 43 + 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. കാരണം 43ൻ്റെ വർഗ്ഗം നമുക്ക് തന്നിട്ടുണ്ട്. ഇത് വൈയുടെ സ്ഥാനത്ത് 2 അല്ല 1 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യത്തെ സമവാക്യം ഉപയോഗിച്ച് വേണം ചെയ്യാൻ. അതായത് x + y ഹോൾ സ്ക്വയർ സമം x² + 2xy + y² അല്ലെങ്കിൽ x² + y² + 2xy. ഇത് നമുക്ക് ഈ തത്വം ഈ സമവാക്യം ഉപയോഗിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ സമം ഇവിടെ x എന്നുള്ളത് 43 ആണ്, y എന്നുള്ളത് 1 ആണ്. അപ്പോൾ x² എന്നുള്ളത് 43 സ്ക്വയർ പ്ലസ് 2 × x എന്നുള്ളത് 43 × y എന്നുള്ളത് 1 പ്ലസ് y² എന്നുള്ളത് 1 സ്ക്വയർ സമം 43 സ്ക്വയർ എന്നുള്ളത് 43 × 43 പ്ലസ് 2 × 43 × 1. അപ്പോൾ 43നെ 2 കൊണ്ട് ഗുണിക്കാൻ മൾട്ടിപ്പിൾ ചെയ്യാൻ 43ൻ്റെ ഇരട്ടി മതി 86 പ്ലസ് 1 സ്ക്വയർ എന്നുള്ളത് 1. ഇത് 43 സ്ക്വയറിൻ്റെ വില തന്നിട്ടുള്ളത് കൊണ്ട് ഇവിടെ 43 × 43 മൾട്ടിപ്പിൾ ചെയ്യണമെന്നില്ല. 43 സ്ക്വയർ 1849 ആണ് പ്ലസ് 86 പ്ലസ് 1 1849 86 പ്ലസ് 1 9 3 10 10 6 16 ബാക്കി 1 8 4 12 1 13 ബാക്കി 1 8 1 9 1 1936. ഇനി 43 സ്ക്വയറിൻ്റെ ഈ വില ഉപയോഗിച്ച് 46 സ്ക്വയർ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 46 സ്ക്വയറിനെ നമുക്ക് 43 ഉൾപ്പെടുന്ന വിധത്തിൽ പിരിച്ചെഴുതാം. 43 + 3 ഹോൾ സ്ക്വയർ സമം 43 ആണ് എക്സിൻ്റെ സ്ഥാനത്ത്, 3 ആണ് വൈയുടെ സ്ഥാനത്ത്. അപ്പോൾ x² എന്നുള്ളത് 43 സ്ക്വയർ പ്ലസ് 2 × x × y. x എന്നുള്ളത് 43 × y എന്നുള്ളത് 3 പ്ലസ് y² 3 സ്ക്വയർ സമം 43 സ്ക്വയറിൻ്റെ വില നമുക്ക് തന്നിട്ടുണ്ട് 1849 പ്ലസ് 2 3 മൾട്ടിപ്പിൾ ചെയ്യാം 6 × 43 പ്ലസ് 3 സ്ക്വയർ എന്നുള്ളത് 9 സമം 1849 പ്ലസ്
43നെ 6 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 6 3 18, ബാക്കി 1, 6 × 4 24, 1 25, 258 പ്ലസ് 9. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 1849, 258, 9. ഇതെല്ലാം കൂടെ കൂട്ടാം. 9 9 18, 8 26, ബാക്കി 2, 4 2 6, 6 5 11, ബാക്കി 1, 8 2 10, 1 11, ബാക്കി 1, 1 1 2, സമം 2116. ഇറ്റ്സ് എ ചാലഞ്ച്, ട്രൈ ചെയ്യൂ. ഒരിക്കൽ ഒരു മാൻ കാട്ടിൽ പുല്ല് തിന്നെയായിരുന്നു. അപ്പോഴാണ് ഒരു പറ്റം വേട്ടപ്പട്ടികൾ ആ വഴി എത്തിയത്. അവയെ കണ്ടതും മാൻ ഓട്ടം തുടങ്ങി. പക്ഷേ മാൻ ഓടി ഓടി ഓടിക്കയറിയത് ഒരു സിംഹത്തിൻ്റെ ഗുഹയിലേക്കായിരുന്നു. നിമിഷ നേരം കൊണ്ട് മാനിൻ്റെ കഥ കഴിഞ്ഞു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന കുറുക്കൻ മനസ്സിൽ വിചാരിച്ചു, കഷ്ടം, സർവ്വശക്തിയും എടുത്ത് ഓടിയിരുന്നെങ്കിൽ രക്ഷപ്പെടാൻ കുറച്ചെങ്കിലും സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ അത് സിംഹത്തിൻ്റെ ഗുഹയിലേക്കായപ്പോൾ, സിംഹത്തിൻ്റെ മുന്നിലെത്തിയപ്പോൾ ആ സാധ്യത അങ്ങില്ലാതായി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ചെറിയ പ്രശ്നങ്ങളെ മറികടക്കാൻ, ചെറിയ തെറ്റുകൾ മറയ്ക്കാൻ നമ്മൾ വലിയ തെറ്റിലേക്ക്, അപകടങ്ങളിലേക്ക് ചെന്ന് ചാടും. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, വിഷമം മറക്കാനാണ് ഒത്തിരി പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്നൊക്കെ. ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രതിസന്ധികളെ നേരിടുക, അതിജീവിക്കുക എന്നതാണ് നമ്മുടെ ശക്തി. വലിയ അപകടത്തിലേക്ക് എടുത്തു ചാടുക എന്നുള്ളതല്ല. ബി പോസിറ്റീവ്. ബൈ നൗ. താങ്ക് യു.